സഹോദരങ്ങളെ ശിർക്കിലകപ്പെട്ട അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അവകാശം അതിന്റെ കാര്യത്തിൽ അങ്ങേയറ്റത്തെ ലംഘനം കാണിച്ച ആകാശഭൂമിയുടെ റബ്ബിന്റെ അവകാശത്തിൽ അതിക്രമം പ്രവർത്തിച്ചൊരു മനുഷ്യൻ എന്നത് അറിയാതെ പെട്ടുപോയതാണെങ്കിൽ അവനെ അത് പറഞ്ഞു കൊടുത്ത് ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നത് അത്രയും ആവശ്യമുള്ള കാര്യമാണ്, അത്രയും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ശരഫികളായ സഹോദരങ്ങളെ, ഒരു ദിവസം നിങ്ങൾക്ക് കുറച്ച് സമയമെങ്കിലും തൗഹീദ് എത്തിച്ചു കൊടുക്കുന്നതിലും മറ്റും കുറഞ്ഞ സമയമെങ്കിലും നിങ്ങൾ അതിനുവേണ്ടി മാറ്റിവെക്കണം. ഹക്കിന്റെ ആളുകൾ ഇങ്ങനെ മടിഞ്ഞിരിക്കുക എന്നത് പാടില്ല. ശിർക്ക് നോക്കൂ, നിങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ, ഒരു പേരും ഊരുമില്ലാത്ത മുസ്ലിയാക്കന്മാർ വരെ സംസാരിക്കുമ്പോൾ ആളുകൾ വീക്ഷിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ് വീക്ഷിക്കുന്നത്. ഒരു പേരില്ലാത്ത ആൾക്കാർ. തൗഹീദിന്റെ ആളുകളെ നിങ്ങൾ മടിഞ്ഞിരിക്കരുത്. ഈ ആളുകൾ പലർക്കും അറിയില്ല ചെയ്തുകൊണ്ടിരിക്കുന്ന അതിക്രമത്തിന്റെ വ്യാപ്തി എന്താണെന്ന് അറിയില്ല. നമുക്ക് അവരോട് ബാധ്യതയുണ്ട്. നമ്മുടെ ഉമ്മത്തിൽപ്പെട്ടവരാണ് അവർ, ഷഹാദത്തിലും ചൊല്ലിയവരാണ്. പലർക്കും അറിയില്ല. അറിയാത്തത് കൊണ്ടാണ് അകപ്പെട്ടിരിക്കുന്നത്. പലരും 5 വക്ത് നിസ്കാരം ജമാഅത്ത് കാലങ്ങളായി നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവില്ല, അറിയില്ല. അവർക്ക് ദീൻ എത്തിച്ചു കൊടുക്കാൻ സാധ്യമായ രൂപത്തിൽ ശ്രമിക്കണം. അത് ഇസ്ലാമിനെ തൃപ്തിപ്പെടുക എന്നതിൽപ്പെട്ടതാണ് ഈ ദീനിന് വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളത്. നീ ദീനിന്റെ ആളാണ്, ദീനിന്റെ അഹ്ലുകാരനാണ്, അതുകൊണ്ട് ഇജ്ജത്ത് കാണിക്കാം. നീ മുസ്ലിമാണ് എന്ന് നിന്റെ പെരുമാറ്റത്തിലും നിന്റെ സ്വഭാവത്തിലും നിന്റെ സംസാരത്തിലും നിന്റെ വസ്ത്രത്തിലും നിന്റെ വേഷവിധാനങ്ങളും ഒക്കെ പ്രകടമാട്ടെ. എന്തിനാണ് മടിക്കുന്നത്? നീ മുസ്ലിമാണ്. അബൂബക്കറിന്റെയും ഉമറിന്റെയും ഉസ്മാനിന്റെയും അലിയുടെയും പിൻഗാമികളിൽപ്പെട്ടവരാണ്. എന്തിനാണ് സഹോദര മുസ്ലിമാണ് എന്ന് പറയുന്നതിൽ നീ ലജ്ജിക്കുന്നത്? സഹോദരങ്ങൾ, യുവാക്കളെ, ചെറിയ പ്രായമുള്ളവരെ, നിങ്ങൾ ഖൈറിലാണ്. ഇസ്ലാമിനെ നിങ്ങൾ മുറുകെ പിടിക്കുക, അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിക്കുക. ഇതാണ് നമുക്ക് ഇജ്ജത്ത് നൽകുക. വലില്ലാഹിൽ ഇജ്ജത്ത് വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. അള്ളാഹുവിനും റസൂലിനും മുഅ്മിനീങ്ങൾക്കുമാണ് ഇജ്ജത്തുള്ളത്. അള്ളാഹുവിന്റെ ദീനിലാണ് ഇജ്ജത്തുള്ളത്. നോക്കൂ നിങ്ങൾ ചുറ്റുവട്ടത്തുള്ള ആളുകൾ, എന്താണ് അവരുടെ ആഹ്ലാദങ്ങൾ, എന്താണ് അവരുടെ ആസ്വാദനങ്ങൾ? അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിലാണ്. എന്താണ് അള്ളാഹു നിങ്ങൾക്ക് ആസ്വാദനം നിശ്ചയിച്ചിരിക്കുന്നത്? എന്തിനാണ്? അള്ളാഹു എത്ര ഖൈറായ കാര്യത്തിലാണ് അള്ളാഹു നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാക്കിയിരിക്കുന്നത്. ولكن الله حبب إليكم الإيمان وزينه في قلوبكم وكره إليكم الكفر والفسوق والعصيان. നിങ്ങൾക്ക് ഈമാനോട് അള്ളാഹ് ഇഷ്ടമുണ്ടാക്കിയിരിക്കുന്നു, അള്ളാഹുവിനെ അനുസരിക്കുന്നത് ഇഷ്ടമുണ്ടാക്കി അള്ളാഹ് ഇഷ്ടപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങളുടെ സന്തോഷം അതിലാണ്. ഒരു വക്ത് നിസ്കാരം നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് എത്ര പ്രയാസകരമാണ്. എന്നാൽ കാലങ്ങളായി നിസ്കരിക്കാതെ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ എത്ര ആൾക്കാരുണ്ട്. പക്ഷെ അള്ളാഹ് നിങ്ങൾക്ക് ഇതിനോട് ഇഷ്ടമുണ്ടാക്കിയിരിക്കുന്നു. നിസ്കാരം ഒഴിവാക്കുക എന്നത് നിങ്ങൾക്ക് പ്രയാസമുള്ളതാക്കിയിരിക്കുന്നു. എത്ര വലിയ നിഅമത്താണ് അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്നത്. ഈ നിഅമത്ത് അതിന്റെ വില നൽകുക. എന്താ അതിന്റെ വില? ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക, നിന്റെ ജീവിതത്തിൽ പകർത്തുക. നല്ലൊരു മുസ്ലിമായി അള്ളാഹു റസൂൽ നബിമാർ ദുആ ചെയ്തു, തവഫനി മുസ്ലിമൻ വൽഹിഖ്നി ബിസ്സാലിഹീൻ. അള്ളാഹുവിനെ മുസ്ലിമായി മരിപ്പിക്കണേ, സാലിഹീങ്ങളോടൊപ്പം ചേർക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബത്തുൽ ഹാജിൽ പറയാറുണ്ട് ആയത്ത് പോലെ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. നിങ്ങൾ മരിക്കുമ്പോൾ മുസ്ലിമായിക്കൊന്നല്ല, അല്ലെങ്കിൽ മരിക്കുമ്പോൾ മുസ്ലിം ആകണമെന്നല്ല, മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. മരിക്കുകയാണെങ്കിൽ മുസ്ലിമായിട്ടേ മരിക്കാവൂ. സലഫുകൾ മുൻഗാമികൾ ചില പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത് പോലെ. ഇത് നിങ്ങൾക്കറിയാം, മനുഷ്യൻ ഗർഭപാത്രത്തിലാകുമ്പോൾ തന്നെ ഒരു മലക്ക് അവൻ ഷഖിയാണോ സഈദാണോ എന്ന് രേഖപ്പെടുത്തുന്നത്, ദുർഭാഗ്യവാനാണോ സൗഭാഗ്യവാനാണോ. സലഫുകൾ പ്രാർത്ഥിക്കാൻ വരുന്നു, അള്ളാഹുവേ നീ എന്നെ ദൗർഭാഗ്യവാന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നീ അത് മായ്ക്കുകയും എന്നെ നീ സൗഭാഗ്യവാന്മാരെ ഉൾപ്പെടുത്തുകയും ചെയ്യണേ എന്ന് അവർ ദുആ ചെയ്യാറുണ്ടായിരുന്നു. അതുകൊണ്ട് അള്ളാഹു നിനക്ക് വിധിച്ചത് എന്താണെന്ന് അറിയില്ല, നന്നായി അമൽ ചെയ്യുക.